എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, നമുക്ക് രാശിഫലങ്ങളിലേക്ക് കടക്കാം. മിഥുനക്കുറി ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ബുധൻ 19-ാം തീയതി വരെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. പ്രത്യേകിച്ച് സ്റ്റേഷനറി, ബ്രോക്കറേജ്, ഏജൻസി, പുസ്തക വിൽപ്പന, പത്രപ്രവർത്തനം, റിപ്പോർട്ടർമാർ, അഭിഭാഷകർ, ഓഡിറ്റർമാർ ഇതുപോലെയുള്ള ജോലിയോ തൊഴിലോ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അധികരിക്കുന്നതാണ്. പഠനം കഴിഞ്ഞവർക്ക് നല്ല ജോലി ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത്. 7-ാം തീയതി മുതൽ ശുക്രനും ധനസ്ഥാനത്തിലേക്ക് മാറുന്നതിനാൽ കലാകാരന്മാർക്കും ഷെയർ മാർക്കറ്റ് പോലുള്ളവയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ചിലർക്ക് ലോട്ടറി അടിക്കാനും സാധ്യതയുള്ള സമയമാണിത്. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാൻ യോഗമുണ്ടാകും. സൂര്യൻ 16-ാം തീയതി വരെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം അധികരിക്കും. പിന്നീട് കർക്കിടകത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. അതേസമയം സഹോദരങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണിത്. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഉപരിപഠനത്തിനായി അന്യ സംസ്ഥാനത്തോ വിദേശത്തോ താമസിക്കുന്നവർക്ക് ചെറിയ രീതിയിൽ ദോഷഫലങ്ങളുണ്ടാകും. ജൂലൈ 21-22 ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും ഈ മാസം മിഥുനക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനക്കൂർ ജനിച്ചവർക്കായുള്ള ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കർക്കിടകക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.